എല്ലാവർക്കും മീറ്റ് ദ ലെജൻഡ് എന്ന നമ്മുടെ പുതിയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാമിലെ ഏറ്റവും ഇൻട്രസ്റ്റിലെ ലെജൻസായ ആളുകളെ പരിചയപ്പെടുത്തുകയും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10ഓളം ക്യാമ്പസുകളിലായി 26ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള 20,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 1,00,000-ൽ കൂടുതൽ അലുമിനീസ് ഉള്ള 2,500-ലധികം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ഡോക്ടർ കൃഷ്ണദാസ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. 50-ലധികം വർഷങ്ങളുടെ പാരമ്പര്യം, അത് ഏറ്റവും മികച്ച രീതിയിൽ സാറിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം 5 സ്ഥാപനങ്ങൾക്ക് ഗ്രൂപ്പിന് കീഴിലുള്ള ആർട്സ് കോളേജും മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജും ഇപ്പോൾ ഓട്ടോണമസ് ആയിരിക്കുകയാണ്. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് നേടിയെടുക്കുന്നത്, എന്താണ് അതിൻ്റെ സക്സസ് മന്ത്രം എന്ന് നമുക്ക് സാറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. നമ്മൾ ഇപ്പുറത്ത് മാനേജ്മെൻ്റ് എന്ന നിലയ്ക്ക് നമ്മളൊരു സിസ്റ്റം, ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അതിലൂടെ അവരോട് പ്രവർത്തിക്കണമെന്നേ പറയുന്നുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ആത്യന്തികമായി വരുമ്പോൾ തീർച്ചയായും അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റായി മാറും. ഇപ്പോൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളും ഓട്ടോണമിയും സെൽഫ് റിലയൻറ്റും ആവണമെന്നൊരു തീരുമാനം സെൻട്രൽ ഗവൺമെൻറ് എടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടി വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരോടും ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് അതിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 10 വർഷം മുന്നേ തന്നെ വളരെ മുൻകൂട്ടി തന്നെ അത് കണ്ട് ഓട്ടോണമസ് ആവുകയും മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം തന്നെ കഴിഞ്ഞ 2022-23 വർഷങ്ങളിൽ മുഴുവനായും ഓട്ടോണമസ് ആയി. അപ്പോൾ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫൗണ്ടർ ശ്രീ പി കെ ദാസ്, എൻ്റെ പിതാവ് 1968 തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഒരു അനന്തര ഫലമാണ്. ഒരു എയർഫോഴ്സിലെ ഒരു ഓഫീസറായി ജീവിതം അവസാനിപ്പിച്ച് ഈ രാജ്യത്ത് ആ സർവീസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായി ഒരു അധ്യാപകനായി ജീവിതം ആരംഭിച്ച് പിന്നീട് 68കളിൽ നോൺ ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലകളിൽ അതും പ്രത്യേകിച്ച് എയറോനോട്ടിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ AMI SI എന്നൊക്കെ പറയുന്ന കോഴ്സുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം എയറോനോട്ടിക്കൽ റിലേറ്റഡായ കോഴ്സുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയത്. 1984 ഇന്ത്യ ഗവൺമെൻറ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യയിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിൽ ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യത്തെ 7 കോളേജുകളിൽ ഒന്നായിട്ടാണ് നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് ആരംഭിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും അദ്ദേഹത്തിനോട് എഡ്യൂക്കേഷനുള്ള പാഷനും എല്ലാം ഉള്ളത് കൊണ്ട് ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിവിധതരം ആ ഓപ്പൺ അപ്പായ പോളിസിക്ക് അനുസരിച്ചുള്ള കോഴ്സുകളും കോളേജുകളും ആരംഭിക്കുകയുണ്ടായത്. 2009 അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലുമായി ശക്തമായ അടിത്തറ പാകിയ വളരെ വിപുലമായൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. 2009 അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം ഞങ്ങൾ പിന്നീട് ആദ്യം ആരംഭിച്ചത് നേഴ്സിംഗ് കോളേജും ഹോസ്പിറ്റലുമാണ്. അത് ആ കോളേജിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് നാമകരണം ചെയ്യപ്പെടുകയും അത് പിന്നീട് 2014 മെഡിക്കൽ കോളേജ് ആവുകയുമാണ് ഉണ്ടായത്. ഇന്ന് അതിനുശേഷം ലോ കോളേജ് എനിക്ക് തോന്നുന്നതല്ല സർ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സീറ്റുള്ള കോളേജിൽ ഒന്നാണ് പ്രൈവറ്റ് മേഖലയിൽ, അല്ലേ? അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ബെഡ്സ് ഉള്ള സ്ഥാപനം കൂടിയാണ്. സാർ, ഇതെല്ലാം വളരെ വലിയൊരു വിഷൻ്റെ ഭാഗമായിട്ട്, അല്ലേ? കാരണം ഒരു മെഡിക്കൽ കോളേജിനെ പറ്റി പറയുവാണെങ്കിലും എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ട്, 90% റിസൾട്ട് എല്ലാ ബാച്ചസിലും
മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് 2020 ഇപ്പോഴത്തെ തേർഡ് ഇയർ ബാച്ചിന് 100% റിസൾട്ട് എന്നുള്ളത്. ഒരു മെഡിക്കൽ കോളേജും അതില്ലെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റിയും എക്സലൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം സാർ ആ ഒരു വിഷനും ആ ഒരു ഹാർഡ് വർക്കും അല്ലേ സാർ, അതിനെ പറ്റിയിട്ട് പറയാം. മെഡിക്കൽ കോളേജിലെ റിസൾട്ട് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശുപത്രിയിൽ 1250 ബെഡുകളുള്ള വളരെ വലിയ ഒരു ആശുപത്രിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അത് ഓൺകോളജി, യൂറോളജി അല്ലെങ്കിൽ കാർഡിയോളജി, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും എല്ലാം തന്നെ ഈ മെഡിക്കൽ കോളേജിനകത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. ഇന്ന് ഇതിൻ്റെ അഡ്മിഷൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 200 സീറ്റാണ്. 200 സീറ്റിലേക്കാൾ ഉപരി ഞങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് കുട്ടികൾ ആദ്യത്തെ വർഷം വരുന്നത് മുതൽ അവരെ എങ്ങനെയാണ് നല്ല ഡോക്ടേഴ്സാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പല സ്ഥലങ്ങളിലും പല ക്ലിനിക്കുകളുമായി ടൈപ്പ്, സ്വന്തമായിട്ടും അതുപോലെ തന്നെ മറ്റ് ക്ലിനിക്കുകളുമായിട്ടൊക്കെ ടൈപ്പ്, ആശുപത്രിക്കുള്ളിലുള്ള സേവനത്തിന് പകരം അതിനപ്പുറത്തേക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസിലേക്ക് അത് സോഷ്യലി ഒരു റെസ്പോൺസിബിളായ ഡോക്ടേഴ്സാക്കി മാറ്റാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, എല്ലാ ദിവസവും കൃത്യമായി ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ ഉൾപ്പെടുന്ന ഒരു ടീം അവർ അന്നത്തെ ക്ലാസ്സുകൾ റിവ്യൂ ചെയ്ത് അതിൽ കുറവുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സായി എടുത്ത്, സാധാരണഗതിയിൽ ഇത് കോച്ചിങ് സെൻ്ററുകളിലാണ് പതിവ്, പക്ഷേ ഇവിടെ ഹെൽത്തിന് പ്രാമുഖ്യമുള്ളത് കൊണ്ടും ഭാവിയിൽ ഇവർ രോഗികളെ ചികിത്സിക്കുന്ന ആളുകളായതുകൊണ്ടും ഒരു പിഴവും പറ്റാതെ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പിറ്റത്തെ ദിവസത്തേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ പരീക്ഷകൾ എഴുതുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, സ്ട്രെസ് ഇല്ലാതെ പരീക്ഷ എഴുതുന്നുണ്ട്. നമ്മൾ ഇതിനു മുന്നേയും 100% റിസൾട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 1ാം റാങ്ക് ഉൾപ്പെടെ ഈ മെഡിക്കൽ കോളേജിന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ വർഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റിങ്ഷൻ ഈ കോളേജിന് കിട്ടിയിട്ടുണ്ട്. എല്ലാ വർഷവും 90% റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കമ്മിറ്റഡ് ആയ ഡോക്ടേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പല ഡോക്ടേഴ്സ് 2014 ജോയിൻ ചെയ്ത് ഈ വർഷം 2024 എത്തുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിനർത്ഥം മാനേജ്മെൻറ്റും അധ്യാപകരും അല്ലെങ്കിൽ ഡോക്ടേഴ്സും എല്ലാ സ്ഥാപനങ്ങളും, അത് സ്റ്റാഫുകളായിക്കോട്ടെ, ഞങ്ങളൊരു കുടുംബം പോലെയാണ് അവരെ കൊണ്ട് നടക്കുന്നത്. അതെനിക്ക് മനസ്സിലായി സാർ. കാരണം ഞാനിവിടെ കുട്ടികളുമായിട്ടും സ്റ്റാഫുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇടപെടലുകൾ അവരൊരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആയിട്ടാണ് അവരെല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആ റിസൾട്ട് അല്ലേ. കാരണം അവരുടേതായിട്ടുള്ള മെത്തഡോളജീസ് ഉപയോഗിക്കാനായിട്ട് അത് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാകുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായ പാതയിലൂടെ, അതായത് ലേണിംഗ് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ള ആ കാര്യമാണ് അല്ലേ സാർ അത് ഫോക്കസ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം കുട്ടികളെ സംബന്ധിച്ചൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതിലൂടെ അവർ എല്ലാം, പ്രത്യേകിച്ച് MBBS കഴിഞ്ഞിറങ്ങുന്ന പല കുട്ടികൾക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ PG അഡ്മിഷൻ വരെ കിട്ടുന്നുണ്ട്. അത് ആ ബേസിക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പല കുട്ടികളും PG കഴിഞ്ഞ് അതിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞ് മറ്റു മേഖലയിലേക്ക് കടന്ന് തിരിഞ്ഞിരിക്കുന്ന ഒരു സമയം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ടീം എന്ന നിലയ്ക്ക്, മാനേജ്മെൻ്റ് എന്ന നിലയ്ക്ക് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാലഘട്ടമാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നതമായ അക്കാഡമിക് ക്വാളിറ്റി നിലനിർത്തുവാനും മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് 5 കോളേജുകളും ഓട്ടോണമി ആവുന്നു. ഇനി അടുത്ത ഞങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഓൾറെഡി കോയമ്പത്തൂർ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്. കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്. ഈ യൂണിവേഴ്സിറ്റി ആവുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ കുറേ ആഡ് ഓൺ പ്രോഗ്രാംസും സ്കില്ലുകളുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ സിലബസിൽ തന്നെ കൊണ്ടുവരാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ്. സാർ, നമ്മുടെ ലോഗോയിൽ പറയുന്ന ആ കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അതിലേക്ക് എത്താനുള്ള വഴികളെ പറ്റിയാണ്. അതായത് മോൾഡിങ് ട്രൂ സിറ്റിസൺ എന്ന അല്ലേ ആ വാക്ക് യൂണിവേഴ്സിറ്റി വരുമ്പോഴത്തേക്ക് കൂടുതൽ അന്വർത്ഥമാകുന്ന കാര്യം. ഈ മോൾഡിങ് ട്രൂ സിറ്റിസൺ എന്ന ക്യാപ്ഷൻ അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ഫൗണ്ടറുടെ. അദ്ദേഹം എപ്പോഴും പറയുന്നത് ക്വാളിറ്റി ഇല്ലാണ്ട് അക്കാഡമിക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാം തന്നെ ഇൻഡസ്ട്രി കണക്റ്റാണ്. ഇപ്പോൾ പലരും പല ചർച്ചകളിലും എഡ്യൂക്കേഷൻ 4.0 അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ 5.0, ഇൻഡസ്ട്രി 5.0 എന്നൊക്കെ പറയും. ഇത് പറയൽ മാത്രമേ ഉള്ളൂ, ഞങ്ങളിവിടെ പ്രാവർത്തികമാക്കിയ ആളുകളാണ്. ഇന്ത്യയിലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ബിസിനസ് ഇൻക്യുബേറ്ററിൽ എഞ്ചിനീയറിംഗ് കോളേജാണ് ഞങ്ങളുടെ.
ആദ്യമായിട്ടും നമ്മുടെ അടുത്ത് ആദ്യമായിട്ടും നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കാണ് അതിൻ്റെ കാര്യം. നമ്മളവിടെ ഏകദേശം 18ഓളം പാറ്റൻറ്റഡ് പ്രോജക്ട്സ്, പാറ്റൻറ്റ് ചെയ്ത പ്രൊഡക്ട്സ് ഇപ്പോൾ നിലവിലുണ്ട്. അതുകൂടാണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ്, 100 കണക്കിന് സ്റ്റാർട്ടപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഈ കുട്ടികളെ നമ്മൾ ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവരെയും ഇൻഡസ്ട്രിയുമായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസമാണ്. സാധാരണ കൺവെൻഷനലായിട്ടൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ വരുന്നു പോകുന്നു, അത്തരത്തിലുള്ളൊരു ബുക്കിഷ് നോളജ് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഓട്ടോണമി ആയ കോളേജുകളിൽ പോലും 60-40 ആണ് ഞങ്ങളുടെ റേഷ്യോ. 60% തിയറി, 40% പ്രാക്ടിക്കൽ ഓറിയന്റഡ്. എല്ലാ കുട്ടികൾക്കും ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. കാര്യം അവരെല്ലാം തന്നെ ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്യണം. പിന്നെ 4 വർഷത്തെ ബിടെക് പ്രോഗ്രാം 3.5-3.25 വർഷം കൊണ്ട് അവർ തീർക്കണം. അപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലിയിലേക്ക് ചേരാൻ കമ്പനികൾക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. റിസൾട്ട് കൃത്യമായി എക്സാം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ അനൗൺസ് ചെയ്യും. പിന്നെ ഒരു കുട്ടിക്കും ഒരു സപ്ലിമെൻ്റ് എക്സാമോ അല്ലെങ്കിൽ ഒരു തോൽവി കൊണ്ടൊരു സമയം നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. എക്സാം കഴിഞ്ഞാൽ കൃത്യമായി 30 ദിവസം കഴിയുമ്പോൾ അവരുടെ മേക്കപ്പ് എക്സാം അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം നടത്തിയിരുന്നു. അപ്പോൾ ഒരു അക്കാഡമിക് അതിൻ്റെ കൃത്യമായിട്ടുണ്ടാവും. പിന്നെ ആഗോളതലത്തിലുള്ള മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിലബസാണ് ഇത് പ്രത്യേകത. സാർ, അത് തന്നെയല്ലേ ഈ ഓട്ടോണമിയുടെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. നമ്മളൊരു കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം നോക്കുമ്പോൾ പലപ്പോഴും യൂണിവേഴ്സിറ്റി ആ സിലബസ് പരിഷ്കരിക്കാനൊക്കെ ഉള്ള വിമുഖത, അല്ലെങ്കിൽ അവിടുത്തെ നൂലാമലകൾ, അവിടുത്തെ ഒരു പല തരത്തിലുള്ള ആ ഒരു ഡിസിഷൻ പെൻഡിങ് അല്ലെങ്കിൽ ഡിലേ ആവുന്ന അത്തരത്തിലൊക്കെ ഉള്ളത് കൊണ്ടും പല കാര്യങ്ങളും കൃത്യസമയത്ത് വേണ്ട സമയത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത്. അതൊക്കെ ഈ ഒരു ഓട്ടോണോമസ് ആവുന്നതോട് കൂടിയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഓട്ടോണമസ് ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തമിഴ്നാടും കേരളവുമായി വളരെയധികം വ്യത്യാസമാണ്. തമിഴ്നാട്ടിലൊരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഓട്ടോണമസ് സ്റ്റാറ്റസ് UGC ഗ്രാൻഡ് ചെയ്താൽ 45 ദിവസത്തിനകത്ത് അതിൻ്റെ പരിപൂർണമായ വർക്കിംഗ് തുടങ്ങാൻ കഴിയും. ഇവിടെ 6 മുതൽ 1 കൊല്ലം വരെ സമയമെടുക്കുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ അറിവിൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് 7-8 ഓട്ടോണമസ് സ്ഥാപനങ്ങളെ നിലവിലുള്ളൂ. അപ്പോൾ ഇവരും തന്നെ അവർക്ക് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എൻജോയ് ചെയ്യാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഒരു മുഴുവൻ ഓട്ടോണോമി എല്ലാ ഫ്ലെക്സിബിലിറ്റി പരിപൂർണമായിട്ട് കിട്ടിയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ കേരളം വിട്ട് പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് നാളത്തെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ പഠിക്കാൻ ചേർന്നാൽ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ നഷ്ടപ്പെടും. അതുപോലെ തന്നെ സിലബസ് ഔട്ട്ഡേറ്റഡ് ആണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. അത് തീർച്ചയായും നമ്മുടെ സ്റ്റേറ്റിൻ്റെ അധികാരികൾ അതിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായും അധികം വൈകാതെ അതിന് മാറ്റം വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കുട്ടികളും ഡിഫറെൻ്റാണ്. നമ്മുടെ കയ്യിൽ 5 വിരൽ പോലെ 5 വിരലിനും 5 സ്റ്റൈലാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അഭ്യാസമായി മാറും. ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയോ ആരുടെ കീഴിൽ ജോലി ചെയ്യാനോ, ചേഞ്ച് യുവർ സെൽഫ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആൻഡ് സെലക്ട് വാട്ട് എവർ ദ റൈറ്റ് തിങ് യു ഫീൽ. അപ്പോൾ അവിടെ ഡ്രോൺ മാത്രമല്ല, എയറോൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്, മെക്കാനിക്കലുകാരുടെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്, മെക്കട്രോണിക്സോ. സാർ, അങ്ങൊരു വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നതിലേക്ക് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ട മാറ്റങ്ങളെ പറ്റിയിട്ട് എന്താണ് അങ്ങയുടെ അഭിപ്രായം?